Hello, good evening all. Okay, so today we are going to discuss child health nursing. Okay, അപ്പോൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൽ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് വരുന്നത് ഹൈഡ്രോസെഫാലസ് ആണ്. സോ വാട്ട് ഈസ് ഹൈഡ്രോസെഫാലസ്? ഹൈഡ്രോസെഫാലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ അബ്നോർമൽ ഇൻക്രീസ് ഇൻ ദ എമൗണ്ട് ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് വിത്തിൻ ദ ക്രേനിയൽ ക്യാവിറ്റി. ക്രേനിയൽ ക്യാവിറ്റിയിൽ അബ്നോർമൽ എമൗണ്ടിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രോസെഫാലസ് എന്ന് പറയുന്നത്. ഹൈഡ്രോസെഫാലസിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ ബേബീസിൽ കാണുന്നത്? ഇറിറ്റബിലിറ്റി ഉണ്ടാവുന്നു, പുവർ ഫീഡിംഗ് ആയിരിക്കും, ദെൻ അവരുടെ ക്രൈ എന്ന് പറയുന്നത് ഹൈ പിച്ച്ഡ് ക്രൈ ആണ്. ക്ലാസിക് അതാണ് ഹൈ പിച്ച്ഡ് ക്രൈ ആണ് അതിന്റെ ക്ലാസിക് സൈൻ. പിന്നെ ആന്റീരിയർ ഫോണ്ടനൽ ബൾജ്ഡ് ആയിരിക്കും, സ്കാൽപ് വെയിൻസ് ഡൈലേറ്റഡ് ആണ്. ദെൻ യു ക്യാൻ സീ മാക്വീൻ സൈൻ, അതായത് ഹൈഡ്രോസെഫാലസ് ഉള്ള ബേബീസിന്റെ സ്കൾ ബോണിൽ നമ്മൾ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഹിയർ എ ക്രാക്ഡ് പോട്ട് സൗണ്ട്. പിന്നെന്താണ്, അവരുടെ ഐസ് സങ്കണായിരിക്കും. ദെൻ ഇവിടെ നമ്മൾ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് വി പി ഷണ്ടിങ് ആണ്. വി പി ഷണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെൻട്രിക്കുലോ പെരിട്ടോണിയൽ ഷണ്ട്, അതായത് നമ്മുടെ ബ്രെയിനിന്റെ വെൻട്രിക്കിൾസ് ആണ് CSF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വെൻട്രിക്കിൾസിൽ നിന്നും പെരിട്ടോണിയത്തിലേക്ക് ഒരു കത്തീഡ്രൽ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഇതിന്റെ പോസ്റ്റ് ഓഫ് കെയർ എന്തൊക്കെയാ? യു ഹാവ് ടു മോണിറ്റർ ദ വൈറ്റൽസ് ആൻഡ് ന്യൂറോളജിക്കൽ സൈൻസ്, ദെൻ മോണിറ്റർ ഇൻട്രാക്രേനിയൽ പ്രഷർ, elevate the head end, then measure ചെയ്യണം head circumference, then you have to monitor for any infection and drainage, then monitor for shunt malformation. If there is any shunt malformation, what will happen? There will be increased in the ICP. So this is regarding hydrocephalus. Okay, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന കണ്ടീഷൻ ആണ് സ്പൈന ബൈഫിഡ. എന്താണ് സ്പൈന ബൈഫിഡ എന്ന് വെച്ച് കഴിഞ്ഞാല്? സോ ബിഫോർ ദാറ്റ് നോക്കി നമ്മുടെ ഹൈഡ്രോസെഫാലസിന്റെ ഇമേജ് കണ്ടോ? നോർമലി നമ്മുടെ വെൻട്രിക്കിൾസ് കണ്ടോ, നോർമൽ വെൻട്രിക്കിൾസ്. ദെൻ സെക്കൻഡ് ഇമേജ് നോക്കി, എക്സ്ട്രാ CSF വരുമ്പോൾ ഉണ്ടാവുന്ന വെൻട്രിക്കിൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പൈന ബൈഫിഡ അല്ലെ. എന്താണ് സ്പൈന ബൈഫിഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഡെവലപ്മെന്റൽ ഡിഫക്ട് ഇൻ വിച്ച് ടു സ്പൈനൽ വെർട്ടിബ്രേറ്റ്സ് ഫെയിൽ ടു ഫ്യൂസ്. ഏതെങ്കിലും രണ്ട് സ്പൈനൽ വെർട്ടിബ്രേറ്റ്സ് ഫ്യൂസ് ആവുന്നതിലുള്ള ഫെയിലിയറിനെയാണ് നമ്മൾ സ്പൈന ബൈഫിഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ കോസ് എന്ന് പറയുന്നത് ഒന്ന് ഹെറിഡിറ്ററി ഉണ്ട്, സെക്കൻഡ് കോസ് ഇസ് ലോ ഫോളിക്കൽ ആസിഡ് കൺസപ്ഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. ഇത് രണ്ട് ടൈപ്പ് ആണുള്ളത്, സ്പൈന ബൈഫിഡ ഒക്കൾട്ട ആൻഡ് സ്പൈന ബൈഫിഡ സിസ്റ്റിക്ക. സ്പൈന ബൈഫിഡ ഒക്കൾട്ട ആണെങ്കിൽ യു കനോട്ട് സീ എ പ്രൊട്രൂഷൻ, നമുക്കൊരു പ്രൊട്രൂഷൻ കാണാൻ പറ്റില്ല, ഇറ്റ് ഈസ് ഹിഡൻ. അപ്പൊ സ്പൈന ബൈഫിഡ സിസ്റ്റിക് എന്തായിരിക്കും? ദർ വിൽ ബി എ പ്രൊട്രൂഷൻ. ഓക്കെ, ഇനി ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ് നമ്മൾ പേഷ്യന്റിൽ കാണുന്നത്? കണ്ടോ, ഇമേജ് കണ്ടോ? ഇനി സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും? സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് സ്വെല്ലിംഗ്, പിന്നെ ഒരു ടഫ്റ്റ് ഓഫ് ഹെയർ ഉണ്ടാവും, പാരാലിസിസ് ഉണ്ടാവുന്നു, ഹൈഡ്രോസെഫാലസ് ഉണ്ടാവും, സീഷേഴ്സ് വിൽ ബി ദർ ആൻഡ് ബ്ലൈൻഡ്നെസ്. നമ്മളിവിടെ ഡയഗ്നോസിസ് എന്താ ചെയ്യുന്നത്? ആൽഫ ഫീറ്റ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്യുന്നു, ദെൻ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യും. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നോ ക്യൂറബിൾ ആണ്, ക്യൂർ ഒന്നുമില്ല. പിന്നെ നമുക്ക് ഇൻ കേസ് ഓഫ് ദിസ് ഈ ഒരു പ്രൊട്യൂഷൻ എന്ത് ചെയ്യാണ്? റപ്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് സർജറി ഉണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഇന്റർവെൻഷൻസ് എന്തൊക്കെ നമുക്ക് കൊടുക്കാം? നമുക്ക് ഈ ഒരു സാക്ക് ഇവാലുവേറ്റ് ചെയ്യാം, ലീഷൻസ് ഇവാലുവേറ്റ് ചെയ്യാം, ICP മോണിറ്റർ ചെയ്യാം. ദെൻ ഈ ഒരു സാക്ക് നമ്മൾ എപ്പോഴും സ്റ്റെറൈൽ മോയ്സ്റ്റ് ഡ്രസ്സിങ് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഡ്രസ്സിങ് ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, സ്ട്രിക്ട് അസെപ്റ്റീവ് ടെക്നിക്ക് ഫോളോ ചെയ്യുക, പ്രോൺ പൊസിഷൻ കൊടുക്കുക, പിന്നെ എന്താ ആന്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യാം, ഓയിൻമെന്റ്സും പൗഡേഴ്സും അവോയ്ഡ് ചെയ്യുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് സെറിബ്രൽ പാൾസി. എന്താണ് സെറിബ്രൽ പാൾസി എന്ന് വെച്ച് കഴിഞ്ഞാല്? സെറിബ്രൽ പാൾസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്രോണിക് ഡിസബിലിറ്റി ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇംപയർഡ് കൺട്രോൾ ഓഫ് മൂവ്മെന്റ് ഓഫ് പോസ്റ്റർ. അപ്പൊ നമ്മുടെ CNS ഉണ്ടാവുന്ന ഒരു ക്രോണിക് ഡിസബിലിറ്റി മൂലം എന്ത് സംഭവിക്കുന്നു? പോസ്റ്ററിലും മൂവ്മെന്റിന്റെയും കൺട്രോൾ ഇംപയർഡ് ആവുന്നു. സൈൻസ് ആൻഡ് സിംറ്റംസ് ഇൻക്ലൂഡ് ഇറിറ്റബിലിറ്റി ആൻഡ് ക്രൈയിങ്, then persistence of primitive reflexes will be there, then delayed milestones, abnormal postures, seizures and crosswalking. then ഇവിടെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇൻട്രാതെക്കൽ ബാക്ലോഫിൻ ആണ്. ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ? നമ്മൾ ഡെവലപ്മെന്റൽ ഇന്റലിജൻസ് ലെവലൊക്കെ അസസ് ചെയ്യുന്നു, സ്കൂൾ പ്രോഗ്രാംസ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുക, മൊബിലൈസിംഗ് ഡിവൈസസ് കൊടുക്കാം ഡിഫോമിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട്, സേഫ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം, ആന്റി കൺവൾസൻസ് കൊടുക്കാം, സപ്പോർട്ട് ഗ്രൂപ്പ്സിലേക്കൊക്കെ
encourage ചെയ്യുക. So this is regarding cerebral palsy. Now we are going to discuss croup. Croup എന്താണ്? Croup it is otherwise called laryngeotracheobronchitis. എന്താണ്? It is the inflammation of the upper respiratory tract caused by para-influenza virus. ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ഹൊറൈസ്നെസ് ഉണ്ടാവുന്നു, ബാർക്കിംഗ് കഫ്, സ്റ്റിർഡോർ, പിന്നെന്താ റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാവുന്നു, ആൻഡ് സൈനോസിസ്. മാനേജ്മെന്റ് എന്ത് ചെയ്യും? നമ്മൾ ഹ്യൂമിഡിഫൈഡ് ഹൈ കോൺസെൻട്രേഷൻ O2, then ECG മോണിറ്റർ ചെയ്യുന്നു, നെബുലൈസ് ചെയ്യുന്നു വിത്ത് എപ്പിനെഫ്രിൻ ആൻഡ് ഇൻറ്റുബേഷൻ ആൻഡ് വെന്റിലേഷൻ ഇഫ് നീഡഡ്. ഇനി ഇത് കണ്ടോ, ക്രൂപ്പ് ആണിത്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ആസ്മ. എന്താണ് ആസ്മ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ലോവർ എയർവേ ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഡ്യൂ ടു അലർജൻസ്, ഇൻഫെക്ഷൻ, സ്ട്രെസ്, കോൾഡ്. ഓക്കെ, അപ്പൊ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ഡിസ്നിയ, വീസിങ്, ദെൻ റെസ്പിറേറ്ററി ഡിസ്ട്രസിന്റെ സൈൻസ് കാണിക്കും പേഷ്യന്റ്, കോഫ് ആൻഡ് സൈനോസിസ് വിൽ ബി ദർ. ദെൻ മാനേജ്മെന്റ് എന്താ നമ്മൾ കൊടുക്കുന്നത്? സിറ്റിംഗ് പൊസിഷൻ, എയർവേ മെയിൻ്റെനൻസ്, പിന്നെന്താണ് എയർവേ പാറ്റേൺസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, O2 കൊടുക്കുന്നു നമ്മൾ, ഹ്യൂമിഡിഫൈഡ് O2 ത്രൂ നോൺ റീബ്രീത്തബിൾ മാസ്ക്, പിന്നെ കോഫിംഗ് എൻകറേജ് ചെയ്യുക, ഇൻറ്റുബേഷൻ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക, ECG മോണിറ്റർ ചെയ്യുക, ദെൻ നെബുലൈസ് ചെയ്യുക ആൽബിട്രോൾ വെച്ചിട്ട്, ദെൻ എപ്പിനെഫ്രിൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ ലങ്ങും ഇത് അപ്പുറത്തെ ആസ്മാറ്റിക് ലങ്. ഓക്കെ, നൗ we are going to discuss the next condition, that is bronchiolitis. What is bronchiolitis? It is the inflammation of the bronchioles due to respiratory syncytial virus. Okay, ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെ ഉണ്ടാവുന്ന? റൈനോറിയ വിൽ ബി ദർ, ഫീവർ ഉണ്ടാവുന്നു, സോർ ത്രോട്ട്, വീസിങ്, കോഫിംഗ് ആൻഡ് സ്നീസിങ്, ആൻഡ് സൈനോസിസ്. മാനേജ്മെന്റ് എന്താണ്? ഹൈ ഫ്ലൂയിഡ് ഇൻടേക്ക് എൻകറേജ് ചെയ്യുന്നു, ഹ്യൂമിഡിഫൈഡ് O2 കൊടുക്കുന്നു, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഏതാണ് ഇവിടെ? കോണ്ടാക്ട്. ദെൻ സക്ഷനിങ് ഇഫ് നീഡഡ് പ്രൊവൈഡ് ചെയ്യാം, കുട്ടികളെ ക്രൗഡഡ് എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി നിർത്തുക, അസറ്റാമിനോഫിൻ ആൻഡ് റിബാവൈറിൻ കൊടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ഇതാണ് എന്ത്? നമ്മുടെ ബ്രോങ്കിയോലൈറ്റിസ്. ഓക്കെ, നോർമലും പിന്നെ ഇൻഫ്ലമേഷൻ ആയിട്ടുള്ളത്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റിനോസിസ്. വാട്ട് ഈസ് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റിനോസിസ്? അതായത് നമ്മുടെ സ്റ്റൊമക്കിന്റെ ലോവർ പോർഷൻ ആണ് പൈലോറസ്. ഈ പൈലോറസിന് ഉണ്ടാവുന്ന ഹൈപ്പർട്രോഫി എന്തിന് ലീഡ് ചെയ്യുന്നു? അതിന്റെ തൊട്ട് താഴെയുള്ള പൈലോറിക് കനാലില് എന്ത് മേക്ക് ചെയ്യുന്നു? നാരോയിങ് ആക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റിനോസിസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റിനോസിസ് ഉള്ള ബേബീസിൽ നമ്മൾ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ഉണ്ടാവും, ഒലീവ് ഷേപ്ഡ് മാസ് കിട്ടും നമുക്ക്, പിന്നെന്താ? നമുക്ക് വിസിബിൾ പെരിസ്റ്റാൾട്ടിക് വേവ്സ് കാണാൻ പറ്റും ആഫ്റ്റർ ഫീഡിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പിന്നെന്താണ്? ഡീഹൈഡ്രേഷൻ, മാൽന്യൂട്രീഷനും ഉണ്ടാകും. ഇത് കണ്ടോ, ഇതാണ് നോർമലും അബ്നോർമലും. നോർമൽ ഉള്ളതാണ് ഫസ്റ്റ് ഇമേജ്. സെക്കൻഡ് കണ്ടോ, തിക്കൻഡ്. ഈ ഒരു ഹൈപ്പർട്രോഫി മൂലം എന്തുണ്ടാവുന്നു? നാരോയിങ് സംഭവിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് റിഗാർഡിംഗ് ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റിനോസിസ്. ഇതിന് മാനേജ്മെന്റ് കൊടുക്കുന്നത് നമ്മൾ പൈലോറോമയോട്ടമി ആണ്. പോസ്റ്റ് ഓഫ് കെയർ എന്തൊക്കെ ചെയ്യാം? NPO, IV ഫ്ലൂയിഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, IO ചാർട്ട് മോണിറ്റർ ചെയ്യുന്നു, സ്മോൾ ഫ്രീക്വന്റ് ഫീഡിങ്സ് ബിഗിൻ ചെയ്യുക, പിന്നെന്താ? ഫീഡ് ചെയ്യുക സ്ലോലി, പിന്നെ ബർപ്പ് ചെയ്യാം ഫ്രീക്വന്റ് ആയിട്ട്, പിന്നെ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ മോണിറ്റർ ചെയ്യുക, വോണ്ട് എന്തെങ്കിലും സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എഗാംഗ്ലിയോണിക് മെഗാകോളൻ ഓർ അതർവൈസ് കോൾഡ് ഹിച്ച്പ്രങ് ഡിസീസ്. എന്താണ് ഹിച്ച്പ്രങ് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ എന്ത് സംഭവിക്കുകയാണ്? ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ രക്തത്തില് എന്തുണ്ടാവില്ല? ഗാംഗ്ലിയോൺസ് ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ പേഷ്യന്റിൽ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാ? ഫെയിലിയർ ടു പാസ് മെക്കോണിയം, റെഫ്യൂസൽ ടു സക്ക്, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാകുന്നു, പിന്നെന്താ? വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല, വോമിറ്റിംഗ് ഉണ്ടാവും, റിബൺ ലൈക്ക് സ്റ്റൂൾസ് വിൽ ബി ദർ. ട്രീറ്റ്മെന്റ് എന്താ നമ്മൾ കൊടുക്കുക? സ്റ്റൂൾ സോഫ്റ്റ്നേഴ്സ് കൊടുക്കാം, റെക്ടൽ ഇറിഗേഷൻ ചെയ്യാം വിത്ത് നോർമൽ സെലൈൻ, ലോ ഫൈബർ, ഹൈ കലോറി ആൻഡ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കാം. ഇന്റർവെൻഷൻസ് എന്തൊക്കെയാ? NPO, IV ഫ്ലൂയിഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, ദെൻ സ്ട്രിക്റ്റ് IO ചാർട്ട്, ദെൻ ഡെയിലി വെയിറ്റ് മോണിറ്റർ ചെയ്യുക, അബ്ഡോമിനൽ ഗർത്ത് മെഷർ ചെയ്യുക, പാരന്റ്സിന്റെ അടുത്ത് കൊളോസ്റ്റമി കെയർ, സ്കിൻ കെയർ പറഞ്ഞു കൊടുക്കുക, സർജിക്കൽ സൈറ്റ് റെഡ്നസ് ഉണ്ടോ എന്ന് നോക്കുക, സ്വെല്ലിംഗ് ഡ്രെയിനേജ് ഉണ്ടോ എന്ന് നോക്കുക, ദെൻ പെയിൻ അസസ് ചെയ്യുന്നു, കംഫർട്ട് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ഇതാണ് ഹിച്ച്പ്രങ് ഡിസീസ്.
ഇമേജ് ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ഇൻഡ്യൂസസപ്ഷൻ. എന്താണ് ഇൻഡ്യൂസസപ്ഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ടെലസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ദ ഇൻഡസ്റ്റൈൻ. നമ്മുടെ ഇൻഡസ്റ്റൈന് പ്രോക്സിമൽ എൻഡും ഉണ്ട്, ഡിസ്റ്റൽ എൻഡും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രോക്സിമൽ എൻഡിലോട്ട് ഡിസ്റ്റൽ എൻഡ് കീറി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡ്യൂസസപ്ഷൻ. സോ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ടെലസ്കോപ്പ്. അപ്പൊ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്താ? ജെല്ലി ലൈക്ക് സ്റ്റൂൾസ് ഉണ്ടാവുന്നു, സോസേജ് ഷേപ്ഡ് മാസ് ഉണ്ടായിരിക്കും, പിന്നെ ഡാൻസിങ് സൈൻ. ഡാൻസിങ് സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അബ്ഡോമൻ ഇങ്ങനെ റിട്രാക്ട് ചെയ്യുന്നത് കാണാം നമുക്ക് ഈ ഒരു ഇൻഡ്യൂസസപ്ഷൻ ഉള്ളവരിൽ. എന്തുകൊണ്ടാണ്? ഫുഡ് മെറ്റീരിയൽ ഒന്നും സ്റ്റൊമക്കിൽ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ഇങ്ങനെ റിട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് ഡാൻസിങ് സൈൻ. ഇതിന്റെ മാനേജ്മെന്റ് നമ്മൾ ചെയ്യുന്നത് നോൺ സർജിക്കൽ ഹൈഡ്രോസ്റ്റാറ്റിക് റിഡക്ഷൻ ആണ്. ഇത് കണ്ടോ? ദിസ് ഇസ് ഇൻഡ്യൂസസപ്ഷൻ. നോർമൽ ഇൻഡസ്റ്റൈൻ മുകളില് താഴെയുള്ളതാണ് ഇൻഡ്യൂസസപ്ഷൻ വന്നിട്ടുള്ളത്, ഉള്ളിലോട്ട് കയറിയിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? ഡെവലപ്മെന്റൽ ഡിസ്പ്ലാസിയ ഓഫ് ഹിപ്പ്. എന്താണ് DDH എന്ന് പറയുന്നത്? ഡെവലപ്മെന്റൽ ഡിസ്പ്ലാസിയ ഓഫ് ഹിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഹിപ്പ് ജോയിന്റ് ഫോം ചെയ്യുന്നത്. ഹെഡ് ഓഫ് ദ ഫെമർ നമ്മളെ എവിടെ സീറ്റ് ചെയ്യുന്നു? അസിറ്റാബുലത്തിൽ സീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഹിപ്പ് ജോയിന്റ് ഉണ്ടാവുന്നത്. സോ ഈ ഡെവലപ്മെന്റൽ ഡിസ്പ്ലാസിയ ഓഫ് ഹിപ്പ് എന്ന് പറയുമ്പോൾ ഫെമറൽ ഹെഡ് ഇംപ്രോപ്പർ ആയിട്ട് അസിറ്റാബുലത്തിൽ സീറ്റ് ചെയ്യും. ഓക്കെ, ഇത് 3 ടൈപ്പ് ആണുള്ളത്: അസിറ്റാബുലർ ഡിസ്പ്ലാസിയ, സബ്ലൊസേഷൻ ആൻഡ് ഡിസ്ലൊക്കേഷൻ. അസിറ്റാബുലർ ഡിസ്പ്ലാസിയ എന്ന് പറയുമ്പോൾ ഫെമറൽ ഹെഡ് അസിറ്റാബുലത്തിൽ തന്നെയായിരിക്കും, ബട്ട് എന്താണ് അവിടെ ഉണ്ടാവില്ല? പ്രോപ്പർ ആയിട്ട് സീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സബ്ലൊസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫെമറൽ ഹെഡ് പാർഷ്യലി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. ഇനി ഡിസ്ലൊക്കേഷൻ ആണെങ്കിലോ ഫെമറൽ ഹെഡ് കംപ്ലീറ്റ്ലി ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. ഇനി ഇതിൽ നമ്മൾ കാണുന്ന സൈൻസ് എന്തൊക്കെയാണ്? അൺഈക്വൽ ഗ്ലൂട്ടിയൽ ഫോൾസ് ഉണ്ടാവുന്നു, ഓർട്ടലാൻ ടെസ്റ്റ് ഉണ്ട്. ഓട്ടോലാൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ്. ഓട്ടോലാൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിനർ എന്ത് ചെയ്യുന്നു? DDH ഉള്ള ബേബിയുടെ ഹിപ്പ് എന്ത് ചെയ്ത് പിടിക്കുന്നു? അബ്ഡക്ട് ചെയ്ത് പിടിക്കുന്നു, അവേ ഫ്രം ദ ബോഡി പിടിക്കുന്നു, ആൻഡ് അപ്ലൈയിങ് ആൻ ആന്റീരിയർ ഫോൾ ഓൺ ദ ഫീമർ. വാട്ട് വിൽ ഹാപ്പൻ? യു ക്യാൻ ഹിയർ എ ഓഡിബിൾ ക്ലിക്ക് സൗണ്ട്. ഇനി ബാർലോ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ എക്സാമിനർ അഡക്ട്, അതായത് ടുവേർഡ്സ് ദ ബോഡി ഹിപ്പ് പിടിക്കുന്നു, ഒരു പോസിറ്റീവ് പ്രഷർ അപ്ലൈ ചെയ്യുന്നു ഓൺ ദ നീ ടു പ്രൊമോട്ട് ഡിസ്ലൊക്കേഷൻ. ഇനിയുള്ളത് ടൊണ്ടലൻബർഗ് സൈൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ എന്തൊക്കെ ഇന്റർവെൻഷൻസ് കൊടുക്കുന്നത്? സ്പ്ലിന്റിങ് കൊടുക്കുന്നു വിത്ത് എന്ത് വെച്ചിട്ടാ? പാവ്ലിക് ഹാർസ്നെസ് വെച്ചിട്ട് ടു മെയിൻറ്റെയിൻ ഫ്ലെക്ഷൻ, അബ്ഡക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റൊട്ടേഷൻ. പിന്നെ നമ്മൾ പൊസിഷൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സുപ്പൈൻ ടു പ്രോൺ, സൈഡ് വൈസ് കൊടുക്കരുത്. പിന്നെ എന്താ? ചൈൽഡിന് നമ്മൾ ഹിപ്പ് സ്പൈക്ക് വെക്കുന്നു. പിന്നെ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് റിഡക്ഷന് പ്രിപ്പയർ ചെയ്യാം. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ഡെവലപ്മെന്റൽ ഡിസ്പ്ലാസിയ ഓഫ് hip. Now we are going to discuss the neonatal heart disease, which is starting from അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആൻഡ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. അപ്പൊ നമ്മുടെ ഹാർട്ട് ഡിസീസുകൾ രണ്ടാക്കുന്നുണ്ട്, അസൈനോട്ടിക് ആൻഡ് സൈനോട്ടിക്. അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ നോട്ട് ഇഫക്ട് ദ ഓക്സിജനേഷൻ, വെറാസ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് അഫക്ട് ദ ഓക്സിജനേഷൻ ടു ദ ഹാർട്ട്. ഓക്കെ, അപ്പൊ ഈ അസൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ വരുന്നതാണ് ASD, VSD, PDA, ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്, പൾമിനറി സ്റ്റെനോസിസ്, അയോർട്ടിക് സ്റ്റെനോസിസ് ആൻഡ് കോയാക്കേഷൻ ഓഫ് അയോർട്ട. അപ്പൊ ഈ ASD എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഏട്രിയത്തിന്റെ സെപ്റ്റത്തിന്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് വരുവാണ്. ദെൻ വാട്ട് അബൌട്ട് VSD? വെൻട്രിക്കിൾസിന്റെ ഇടയിലുള്ള സെപ്റ്റത്തിൽ ഒരു ഓപ്പണിംഗ് നമ്മൾ കാണാൻ പറ്റും. ദെൻ PDA എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോർമലി നമ്മള് ഫീറ്റൽ സർക്കുലേഷന്റെ സമയത്ത് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഓക്കെ, സോ ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ബേബി വിത്തിൻ 3 to 5 ഡേയ്സിനുള്ളിൽ ഈ ഒരു ഡക്ടസ് ആർട്ടീരിയോസിസ് ക്ലോസ്ഡ് ആവും. ബട്ട് ഇൻ സം ചിൽഡ്രൻ അല്ലെങ്കിൽ ഇൻ സം ന്യൂ ബോൺസ് ഇറ്റ് വിൽ നോട്ട് ബി ക്ലോസ്ഡ്. ഓക്കെ, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ PD എന്ന് പറയുന്നത്. അപ്പൊ PD ആണെങ്കിൽ ഒരു മെഷീൻ ലൈക്ക് മർമേഴ്സ് നമുക്ക് കേൾക്കാം. ട്രീറ്റ്മെന്റ് ഇൻഡോമെത്തസിൻ ആണ് കൊടുക്കുന്നത്. ഈ 3 എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സർജിക്കൽ ക്ലോഷർ ചെയ്യാം. ഇനി ഒബ്സ്ട്രക്റ്റീവ് ഡിഫക്ട്സിൽ വരുന്നതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് അയോട്ടിക് സ്റ്റെനോസിസ്. അയോട്ടിക് സ്റ്റെനോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ അയോട്ടിക് വാൾവിന് ഉണ്ടാവുന്ന നാരോയിങ് ആണ്, which is resulting in decreased cardiac output, left ventricular hypertrophy and pulmonary congestion. മാനേജ്മെന്റ് എന്താ നമ്മൾ കൊടുക്കുന്നത്? ഡയലറ്റേഷൻ ഓഫ് ദ നാരോയിഡ് വാൽവ്സ് ആണ്. അതിനെയാണ് നമ്മൾ അയോട്ടിക് വാൽവോട്ടമി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പൾമണറി സ്റ്റെനോസിസ്. പൾമണറി സ്റ്റെനോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നാരോയിങ് ഓഫ് ദ പൾമണറി ആർട്ടറി റിസൾട്ടിങ് ഇൻ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഇവിടെയും നമ്മൾ ട്രീറ്റ്മെന്റ് എന്താ കൊടുക്കുന്നത്? വാൽവിന് ഡയലറ്റേഷൻ തന്നെയാണ്. ദാറ്റ് ഈസ് പൾമണറി വാൽവോട്ടമി. ആൻഡ് ദ ലാസ്റ്റ് അസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ഈസ് കോയാക്കേഷൻ ഓഫ് അയോർട്ട.
Coarctation of aorta എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It is the localized narrowing of the aorta near the insertion of ductus arteriosus. അപ്പൊ ഇവിടെ എന്താ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണുന്നത്? ഹാർട്ട് ഫെയിലിയറിന്റെ സൈൻസ് ഉണ്ടാവും, ഹെഡ് ഏക്ക്, ഡിസീനസ്, എപ്പിസ്റ്റാസിസ്. പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കരോട്ടിഡ് ആൻഡ് റേഡിയൽ പൾസ് ബൗണ്ടിങ് ആയിരിക്കും. അപ്പർ എക്സ്ട്രിമിറ്റിയിൽ ബൗണ്ടിങ് പൾസും ലോവർ എക്സ്ട്രിമിറ്റിയിൽ ആബ്സെന്റ് അല്ലെങ്കിൽ വീക്ക് പൾസും ആയിരിക്കും. പിന്നെ ലോവർ എക്സ്ട്രിമിറ്റി കൂളറും ആയിരിക്കും. മാനേജ്മെന്റ് നമ്മൾ റിസെക്ഷൻ ആൻഡ് അനസ്തമോസിസ് ആണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടെട്രോളജി ഓഫ് ഫാലറ്റ്. ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുമ്പോൾ ഒരു 4 കണ്ടീഷൻസ് കൂടിയതാണ് എന്ത്? ടോഫ്. ഏതൊക്കെയാണ് 4 കണ്ടീഷൻ? VSD, പൾമണറി സ്റ്റെനോസിസ്, ഓവർറൈഡിങ് ഓഫ് അയോർട്ട ആൻഡ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അപ്പൊ ഈ ടോഫ് ഉള്ള കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു സൈൻ ആണ് എന്ത്? ബ്ലൂ സ്പെൽ അല്ലെങ്കിൽ ടെറ്റ് സ്പെൽ എന്ന് നമ്മൾ പറയും. എന്താണ്? അതായത് ബേബി ഫീഡ് ചെയ്യോ ക്രൈ ചെയ്യോ ചെയ്യുന്ന സമയത്ത് അക്യൂട്ട് സൈനോസിസും ഹൈപ്പോക്സി ഉണ്ടാവും. ഓക്കെ, ദെൻ അതിനെയാണ് നമ്മൾ ബ്ലൂ സ്പെൽ അല്ലെങ്കിൽ ടെറ്റ് സ്പെൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലൂ സ്പെൽ ടെറ്റ് സ്പെല്ലുള്ള സമയത്ത് നമ്മൾ കൊടുക്കുന്നത് പൊസിഷനിങ് ആണ്, നീ ചെസ്റ്റ് പൊസിഷൻ. ഇനി നമ്മൾ ഇവരുടെ എക്സ്റേ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന മാനേജ്മെന്റ് പാലിയേറ്റീവ് ഷണ്ടും കംപ്ലീറ്റ് റിപ്പയറും ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? ട്രൈകസ്പിഡ് അട്രേഷ്യ. എന്താണ് ട്രൈകസ്പിഡ് അട്രേഷ്യ എന്ന് പറയുന്നത്? ട്രൈകസ്പിഡ് അട്രേഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ട്രൈകസ്പിഡ് വാൽവിന്റെ ഡെവലപ്മെന്റൽ ഫെയിലിയർ. ചില ബേബീസിൽ എന്തുണ്ടാവില്ല? ഈ ഒരു ട്രൈകസ്പിഡ് വാൽവ് ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കുന്നു? റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും. And the next is transposition of great arteries. Transposition of great arteries എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Normally the aorta arising from the left ventricle and pulmonary artery arising from the right ventricle. ഇത് നേരെ തിരിയും. അതായത് റൈറ്റിൽ നിന്ന് അയോർട്ടയും ലെഫ്റ്റിൽ നിന്ന് എന്ത്? പൾമണറി ആർട്ടറിയും അറൈസ് ചെയ്യും. ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്. ഇവിടെ നമ്മൾ എന്താണ് മാനേജ്മെന്റ് കൊടുക്കുന്നത്? ബലൂൺ ആർട്ടറിയൽ സെപ്റ്റോസ്റ്റമി. ഇനി അടുത്തതാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിൽ ആർട്ടറിന്നോ അയോർട്ടാന്നോ പറഞ്ഞ് രണ്ടൊരു വെസൽ ഉണ്ടാവില്ല. ഇൻസ്റ്റെഡ് ഓഫ് ഒരു ബിഗ് വെസൽ വിൽ ഒറിജിനേറ്റ് എയ്തർ ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വരും. സോ വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി മിക്സിംഗ് ഓഫ് ഓക്സിജനേറ്റഡ് ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇന്റർവെൻഷൻ എന്താ? നമ്മൾ റെസ്പിറേറ്ററി സ്റ്റാറ്റസ് മോണിറ്റർ ചെയ്യുന്നു. ദെൻ എന്തെങ്കിലും ഡിസ്ട്രസ് ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ നോട്ടിഫൈ ചെയ്യുക, ലങ് സൗണ്ട് ഓസ്കൾട്ടേറ്റ് ചെയ്യുക, ഹ്യൂമിഡിഫൈഡ് ഓട്ട് കൊടുക്കുക, ഇൻറ്റുബേഷൻ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുക, പെരിഫറൽ പൾസസ് ഒക്കെ അസസ് ചെയ്യുക, പിന്നെ ഫ്ലൂയിഡ്സ് റെസ്ട്രിക്ട് ചെയ്യുക, IO ചാർട്ട് മോണിറ്റർ ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് എന്തിൽ വരുന്നത്? നിയോനേറ്റൽ ഹാർട്ട് ഡിസീസ്. സോ ഇത്രയും കണ്ടീഷൻസ് ആണ് നമുക്ക് പീഡിയാട്രിക്കിൽ പഠിക്കാനുള്ളത്. എല്ലാ സിസ്റ്റത്തിലെയും പീഡിയാട്രിക്കിൽ തന്നെ നമുക്ക് വരുന്ന എല്ലാ സിസ്റ്റംസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ന്യൂറോളജിയിലാണെങ്കിൽ ഹൈഡ്രോസെഫാലസ്, ഓക്കെ, ദെൻ സ്പൈന ബൈഫിഡ പറഞ്ഞു, നമ്മൾ സെറിബ്രൽ പാൽസി പറഞ്ഞു, ദെൻ റെസ്പിറേറ്ററിയിൽ എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു? ബ്രോങ്കിയൽ ആസ്മ പറഞ്ഞു, ദെൻ ബ്രോങ്ക്യോലൈറ്റിസ് എന്താന്ന് പറഞ്ഞു, ദെൻ ക്രൂപ്പ് എന്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് GI സിസ്റ്റത്തിൽ എന്തൊക്കെ പറഞ്ഞു? ഗാഗ്ലിയാനിക് മെഗാകോളൻ, H-Prung ഡിസീസ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇൻഡോസെപ്ഷൻ എന്താന്ന് പറഞ്ഞു. ദെൻ മസ്കുലോസ്കെലിറ്റലില് DDH എന്താന്ന് പറഞ്ഞു. ദെൻ ആഫ്റ്റർ ദാറ്റ് ന്യൂനേറ്റൽ ഹാർട്ട് ഡിസീസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ പഠിക്കാനുള്ളതാണ്? പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടന്റ് ആണിത്. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത്രയും എടുത്തത് നന്നായിട്ട് പഠിക്കുക. ജനറൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഓക്കെ, മറക്കണ്ട. ഓക്കെ, എന്നാ താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.